റേഡിയോയ്ക്കുമുണ്ട് ഒരു ദിനം. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. മലയാളികളെ റേഡിയോ ഉണർത്തിയിരുന്ന കാലം വിദൂരമായിരുന്നില്ല. ഈ അവസരത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം 75 വർഷം പിന്നിടുകയാണ്. നിലയത്തിലെ മേധാവികൾക്കും ശ്രോതാക്കൾക്കുമൊപ്പം ഈ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള മാധ്യമമാണ് റേഡിയോ. അത് ഇന്ത്യയിലൊരവസ്ഥയിൽ ഇന്ത്യയുടെ ഏതാണ്ട് 99% ജോഗ്രാഫിക്കൽ ഏരിയ, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഏരിയയെ റേഡിയോ തരംഗങ്ങൾ കവർ ചെയ്യും. ഇന്ത്യയിലെ ഏതാണ്ട് 90%-ലധികം ആളുകൾക്ക് റേഡിയോ ആക്സസ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു സജ്ജീകരണങ്ങളുണ്ട് അവരുടെ കയ്യിൽ. എത്ര പേര് കേൾക്കുന്നു എന്നത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് റേഡിയോ ചെല്ലുക. ഇന്ത്യയിൽ കാറ്റും വെളിച്ചവും എത്തുന്ന എല്ലാ സ്ഥലത്തും റേഡിയോ വീഴ്ചകളെത്തും. അപ്പോൾ ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇന്ത്യ ഗവൺമെൻറ് ആകാശവാണി എന്ന നിലയിൽ 1950 ഈ റേഡിയോ ആരംഭിക്കുമ്പോൾ, ഓൾ ഇന്ത്യ റേഡിയോ അതുവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു. അത് കഴിഞ്ഞ് ആകാശവാണിയാവുന്നു. ഇവിടെ കേരളത്തിൽ തിരുവിതാംകൂർ റേഡിയോ അതിന് മുമ്പേ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ ആകാശവാണി 1950 ആരംഭിക്കുമ്പോൾ അതുമുതൽ ഇങ്ങോട്ടുള്ള കേരളീയരുടെ ജീവിതത്തിൽ, അവരുടെ സാമൂഹിക ജീവിതത്തിൽ, അവരുടെ സാംസ്കാരിക ജീവിതത്തിൽ, അവരുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് റേഡിയോ ചെലുത്തിയത്. കാരണം റേഡിയോ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ പരിപാടികൾ അങ്ങനെയാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഒരു സജീവമായ ഉദാഹരണം പറഞ്ഞാൽ, കേരളം സമ്പൂർണ്ണ സാക്ഷരമാകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് റേഡിയോ ആണ് അതിനു വേണ്ടിയിട്ട് സമ്പൂർണ്ണ സാക്ഷരമാകാൻ വേണ്ടി വേണ്ട എല്ലാ പിന്തുണയും ചെയ്യുന്നത്. മറ്റൊരു മാധ്യമത്തിനും ഇല്ലാത്തതുപോലെ അതിന് ശ്രോതാക്കളുമായി വളരെ ഗാഢമായ വ്യക്തിബന്ധം പുലർത്താൻ അതിന് കഴിയുന്നുണ്ട്. വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കുള്ള ബന്ധം പുലർത്താൻ കഴിയുന്നുണ്ട്. സോഷ്യൽ മീഡിയ എന്നത് നമുക്ക് ഓരോരുത്തർക്കും പത്രപ്രവർത്തകനാകാനും, നമുക്ക് ഓരോരുത്തർക്കും ജേർണലിസ്റ്റ് ആവാനും, നമുക്ക് ഓരോരുത്തർക്കും അവതാരകനാവാനുള്ള അവസരം നൽകുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയുമായി ആകാശവാണി അങ്ങേയറ്റം യോജിച്ചാണ് പോകുന്നത്. സോഷ്യൽ മീഡിയ ആകാശവാണിയെ അങ്ങേയറ്റം സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തുകൊണ്ടെൻ്റെ മുറം നിറഞ്ഞു, പവിഴം കൊണ്ടെൻ്റെ പറ നിറഞ്ഞു. രണ്ടാമതോ ഓടൽ കുഴൽവിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധി. ചലച്ചിത്രഗാനം രജനീഗന്ധി വിടർന്നു. അതുപോലെ തന്നെ കേളിയും നളിനും. കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗത്തെ, അതായത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും പ്രതിപാദിക്കുന്ന ഈ കൊച്ചു സ്വരപേടകം ഇത്ര ആധികാരികവും ലാളിത്യവും ഹൃദ്യതയും സുതാര്യതയും കൊണ്ടാണ് ശ്രോതാക്കളുടെ ഹൃദയസ്പന്ദനമായി മാറിയത്. വർഷങ്ങളായി കേട്ട് നമുക്ക് എവിടെ ഇരുന്നാലും നമ്മുടെ സുഖദുഃഖങ്ങളൊപ്പം നമ്മളൊപ്പം ഓമനിക്കുകയും നമ്മളെ ഭ്രമിപ്പിക്കുകയും നമ്മളെ പ്രണയിപ്പിക്കുകയും നമ്മളെ ഉന്മാദിപ്പിക്കുകയും നമ്മളെ കരയിപ്പിക്കുകയും നമ്മളെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു കൊച്ചു സ്വരപേടകം വർഷങ്ങളായി നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഇനിയും വരും കാലങ്ങളിലും കാലാധിപത്യമായി നിലനിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആകാശവാണിയുടെ ഉയരം വളരെ വലുതാണ്. വേറെ ഏതൊരു മീഡിയയെക്കാളും ഏതൊരു ദൃശ്യമാധ്യമത്തെക്കാളും ഉയരത്തിലാണ് ആകാശവാണി പ്രസരിപ്പിക്കുന്ന സാഹിത്യത്തിൻ്റെ വെളിച്ചം എന്നത്. ആകാശവാണിയുടെ പരിപാടികളൊന്ന് കേട്ടു നോക്കുക. അക്ഷരങ്ങളുടെ ശക്തിയാണ് എപ്പോഴും ആകാശവാണിയുടെ കരുത്ത്. ഒരിക്കലും അത് ആകാശവാണി കേൾക്കുക, റേഡിയോ കേൾക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമല്ല. വളരെ ക്രെഡിബിളാണ്, വിശ്വാസയോഗ്യമാണ്, അതുപോലെ ആസ്വദനീയമാണ്, അതുപോലെ തന്നെ ആനന്ദദായകമാണ് ആകാശവാണിയുടെ ഓരോ പരിപാടികളും. അതിൽ ഏതാണ്ട് 33 വർഷം സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞ കാലത്ത് ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഇന്നും ആകാശവാണിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ ആകാശവാണിയോട്ട് ഒരു ആത്മബന്ധമുണ്ട്. പിന്നെ എന്നെ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിർത്തുന്ന ആകാശവാണിയിലെ ന്യൂസ് റീഡർ പ്രതാപൻ സാറാണ്. അപ്പം പിന്നെ അങ്ങനെ ഇഷ്ടഗാനങ്ങൾ വളരെ കാലം ഇഷ്ടഗാനങ്ങൾക്ക് വേണ്ടി കത്തെഴുതുമായിരുന്നു. പല മേഖലകളിലും ആകാശവാണിയാണ് എന്നും മുന്നിൽ നിന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഹരിത വിപ്ലവം, ധവള വിപ്ലവം, ഇതിനെല്ലാം ആകാശവാണിയായിരുന്നു ഒരു നെടുംതൂണ്. വരുന്ന തലമുറയ്ക്ക് ഇതിലോട്ട് വരാൻ നല്ലൊരു അവസരം ആകാശവാണി ഇപ്പോഴും യുവവാണി, കുട്ടികളുടെ പരിപാടി, അങ്ങനെ പല പരിപാടികളിലൂടെയും കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, പ്രക്ഷേപണത്തിൻ്റെ സാധ്യതകൾ മുതലാക്കി സ്വന്തമായിട്ടുള്ള ചാനലുകൾ തുടങ്ങാൻ പോലും ട്രെയിനിങ് ആകാശവാണിയിൽ നിന്ന് തുടങ്ങുന്നവർക്ക് കിട്ടാറുണ്ട്. സത്യം പറഞ്ഞാൽ റേഡിയോ എന്ന ഒരു മാധ്യമം എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. കേട്ടിട്ടുണ്ടെങ്കിൽ പോലും
നേരിട്ട് കേൾക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അമ്മ ഇവിടെ പേട്ടയിൽ ഒരു ആവശ്യവുമായിട്ട് കടന്നു വന്ന് ഞാനും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കടയിൽ കയറി ഒരു പുതിയ റേഡിയോ വാങ്ങി അത് വീട്ടിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം അത് ട്യൂൺ ചെയ്ത് വാർത്തകൾ കേൾക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നടന്നെടുക്കുമ്പോഴാണ്. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ റേഡിയോ അനുഭവം എന്ന് പറയുന്നത്. ഇവിടെ തിരുവനന്തപുരം മ്യൂസിയം ഇല്ലേ, അവിടെ നടക്കാനായിട്ട് അല്ലെങ്കിൽ ഓടാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ ആ നേപ്പിയർ മണ്ഡപത്തിൻ്റെ ചുറ്റിനും ഇരുന്ന് ആകാശവാണിയിലെ വാർത്തകൾ കേൾക്കുമ്പം അതിലെ ഓരോ വാക്കുകൾ വരുമ്പോൾ ആകാശവാണിയുടെ ആ പഴയ താളവും മേളവും എല്ലാം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഞാൻ ഈ പറഞ്ഞു വെച്ച ആ പഴയ ഓർമ്മകൾ തന്നെയാണ്. അമ്മ മേടിച്ചു തന്ന റേഡിയോയും ആ റേഡിയോയിലൂടെ കേൾക്കുന്ന വാർത്തകളും പാട്ടുകളും ക്രിക്കറ്റിൻ്റെ ന്യൂസും എല്ലാം കേൾക്കുമ്പോൾ ആ ഓർമ്മകളിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കാണ് ഇവിടെ തിരുവനന്തപുരം മ്യൂസിയത്തിലെ ആകാശവാണിയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത്.